വടക്കൻ മലബാറുകാർക്ക് മുത്തപ്പൻ എന്നാൽ ഒരു വികാരം തന്നെയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന രക്ഷകൻ. ജാതിമത ഭേദങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ തന്നിലേക്ക് അടുപ്പിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവസങ്കല്പം. ചില പ്രത്യേക ദിവസങ്ങളിൽ ഒഴിച്ച് വർഷത്തിൽ മിക്കവാറും എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പറശ്ശിനിക്കടവ്. ഏതു പ്രതിസന്ധികളിലും നെഞ്ചിൽ കൈവച്ച് എന്റെ മുത്തപ്പ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് കണ്ണൂരുകാർക്ക് മുത്തപ്പൻ. പ്രാർത്ഥനകളും നേർച്ചകളുമായി അരികിലേക്ക് എത്തുന്നവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ടും ആശ്വസിപ്പിച്ചും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും മഞ്ഞൾ കുറിയിട്ട് അനുഗ്രഹം ചൊരിഞ്ഞും അവരുടെ മനസ്സ് നിറയ്ക്കുന്നു മുത്തപ്പൻ. മനസ്സു മാത്രമല്ല, വയറും നിറഞ്ഞാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും മടങ്ങുക. മുത്തപ്പന്റെ പ്രസാദമായി രാവിലെ 7 മണി മുതൽ വാഴയിലയിൽ പയറോ കടലയോ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും ചായയും ഉച്ചയ്ക്ക് സാമ്പാറും മോരുകറിയും കൂട്ടി നല്ലൊരു ഊണ്. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ മറക്കില്ല രുചി. എത്ര വൈകിയെത്തിയാലും എത്ര തിരക്കുണ്ടെങ്കിലും ഒഴിഞ്ഞ വയറോടെ ആർക്കും മടങ്ങേണ്ടി വരില്ല ഇവിടെ നിന്നും. പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും അംശാവതാരമാണ് മുത്തപ്പൻ. 2 തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടിക്കുന്നത്. ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച തെയ്യം പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച തെയ്യം മഹാവിഷ്ണുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇത് വെള്ളാട്ടമെന്നും തിരുവപ്പന എന്നും അറിയപ്പെടുന്നു. ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തെയ്യം. ഗ്രാമവാസികളുടെ കാർഷിക സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത് രൂപം കൊണ്ടിട്ടുള്ളതാണ് തെയ്യത്തിലെ എല്ലാ അനുഷ്ഠാന ചടങ്ങുകളും. കാവുകളിലും കഴകങ്ങളിലും തറവാടുകളിലും കെട്ടിയാടിക്കപ്പെടുന്ന തെയ്യങ്ങളാണ് ഉത്തര കേരളത്തിന്റെ പ്രധാന സവിശേഷത. തെയ്യവും തിറയും കെട്ടിയാടിക്കുന്നതിന് ചിലർ കളിയാട്ടമെന്നും പറയാറുണ്ട്. തെയ്യത്തിൽ നിരവധി ദേവീദേവന്മാരുടെ കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു ദൈവമത്രേ മുത്തപ്പൻ. അത് കേവലം വിനോദത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് തങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച് ആരാധിച്ചു വരുന്ന ദൈവങ്ങളെ കൂടുതൽ ഭയഭക്തിയോടെ ആരാധിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഈ അനുഷ്ഠാന കർമ്മങ്ങൾ തുടങ്ങി വച്ചിട്ടുള്ളത്. തെയ്യങ്ങൾ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവരാണ് എന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതായത് കേവലം വേഷങ്ങൾ കെട്ടിയാടുന്ന മനുഷ്യരെ ദൈവമായി തന്നെ അവർ കണക്കാക്കിയിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കോലക്കാരൻ, കർമ്മി, കോമരം തുടങ്ങി ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്ന എല്ലാവരും തികഞ്ഞ വ്രതശുദ്ധി പാലിച്ചിരുന്നു. അവർ നിത്യേന രാവിലെ കുളിച്ച് ശുദ്ധമായി ഈശ്വരാരാധന നടത്തിയ ശേഷമേ ആഹാരം കഴിക്കാറുള്ളൂ. ഉത്തമം, മധ്യമം, അധമം എന്നീ 3 വിധത്തിലുള്ള പൂജകളും അവർ നടത്താറുണ്ട്. കളി നടക്കുന്ന ദിവസപൂജയുടെ അവസാനം അരിയും പൂവും എടുത്ത് തൊഴുകൈയോടെ കിഴക്കോട്ട് നോക്കി നിൽക്കണം. അപ്പോൾ മെയ്യാഭരണങ്ങളൊക്കെ ചാർത്തിയിരിക്കും. ആ സമയം ഗുരുനാഥൻ അതാത് കോലങ്ങളുടെ മുടിയെടുത്ത് വേഷക്കാരനെ 3 പ്രദക്ഷിണം വെച്ച ശേഷം ഭക്തിപൂർവ്വം ശിരസിൽ ഉറപ്പിച്ചു കൊടുക്കും. കോലം ശിരസിൽ ഉറപ്പിക്കുന്നതിന് മുൻപ് ഗുരുദക്ഷിണയും നൽകേണ്ടതുണ്ട്. കോലം നിർമ്മിച്ച ആൾക്ക് കൊടുക്കുന്ന പ്രതിഫലം തന്നെയാണ് ഗുരുദക്ഷിണയായും നൽകേണ്ടത്. മുടി അണിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ദിക്പാലകരെയും പിന്നീട് ദേവിയെയും വന്ദിക്കണം. ഈ ചടങ്ങുകളിലൊന്നും ജാതീയമായ വ്യത്യാസങ്ങൾ ആരും കാണിക്കാറില്ല. കന്നുകാലികളെ പോലും പ്രത്യേകമായി അനുഗ്രഹിക്കാൻ അവർ മടി കാണിക്കാറുമില്ല. പ്രാകൃത ഭാഷയിൽ തെയ്യം എന്ന് പറയുന്നത് ദൈവമെന്ന് തന്നെയാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. തിറ ആട്ടപ്രധാനമായ കളിയാണെങ്കിൽ തെയ്യം കോലപ്രധാനമായതാണ്. ഓരോ തെയ്യത്തിന്റെയും വേഷവിധാനങ്ങൾക്കും പാട്ടുകൾക്കും വ്യത്യാസങ്ങളുണ്ട്. മഞ്ഞളിൽ മുക്കി ഉണക്കിയ 8 മുഴം നീളമുള്ള മുണ്ടാണ് വേഷത്തിന്റെ അടിവസ്ത്രം. അതിനു മുകളിലായി ചിറ്റാട ഞൊറിവസ്ത്രങ്ങളും ധരിക്കും. അരയിൽ അരമണി, കാലിൽ ചിലമ്പുകൾ, അരിമാവും മഞ്ഞളും കൂട്ടി ഉണ്ടാക്കിയ മിശ്രിതം മുഖത്തും ദേഹത്തും അണിയും. കണ്ണുകളിൽ നല്ല കനത്തിൽ കരിമഷിയും എഴുതാറുണ്ട്. ചെത്തി, ചെമ്പരത്തി, അരളി എന്നീ പൂക്കൾ കൊണ്ടുള്ള മാലകളും രുദ്രാക്ഷമാലയും അണിയും. കോലം തലയിൽ ഉറപ്പിക്കുന്നതിന് മുൻപായി തലത്തുണിയും അരപ്പട്ടയും ധരിക്കും. കോലത്തിന്റെ ബലത്തിനായി അരപ്പട്ടയുമായും വലിച്ചു കെട്ടാറുണ്ട്. കോലത്തിന്റെ മുൻഭാഗത്തുള്ള വളയങ്ങളിൽ കോടിത്തോർത്ത് കെട്ടി ഇരുവശത്തേക്കുള്ള ബാലൻസ് ശരിയാക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ അനുഷ്ഠാനങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ളതും ശക്തവുമായ അനുഷ്ഠാനമാണ് തെയ്യാട്ടം. ഉടുത്തുരുങ്ങൽ, പടപ്പുറപ്പാട്, വന്ദനം, തിരനോട്ടം, ആയുധമെടുക്കൽ തുടങ്ങിയ ചടങ്ങുകൾ ഇതിന്റെ ഭാഗമാണ്. തെയ്യങ്ങൾ പലവിധ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. എന്തായാലും എല്ലാത്തരം അനുഷ്ഠാന ചടങ്ങുകളും ഉണ്ടായിട്ടുള്ളത് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും തങ്ങളെയും തങ്ങളുടെ കാർഷിക വിഭവങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇത്തരം അനുഷ്ഠാന കർമ്മങ്ങൾ കാർഷിക സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്തതാണെന്ന് സൂചിപ്പിച്ചത്. തെയ്യം എന്നത് തീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ളതാണെന്ന അഭിപ്രായക്കാരും ഇല്ലാതില്ല. അതുകൊണ്ടുമാവാം ഈ അനുഷ്ഠാനത്തിന് തെയ്യം എന്ന പേരുണ്ടായത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്.
തെയ്യത്തിന് പാടുന്നതിനെ തോറ്റംപാട്ടെന്നാണ് പറയുക. തോറ്റങ്ങളിൽ അഞ്ചടിത്തോറ്റം എന്നൊരു ഭാഗമുണ്ട്. സാധാരണ 5 പദ്യഖണ്ഡങ്ങളുള്ള പാട്ടുകൾക്കാണ് അഞ്ചടി എന്ന് പറയാറുള്ളത്. ഇവിടെ അങ്ങനെയാകാൻ വഴിയില്ല. ഒരുപക്ഷെ താളത്തെ സൂചിപ്പിച്ചുകൊണ്ടാകാനും മതി. അഞ്ചടിക്ക് ചിലർ കാവ്യമാല എന്നും പറയാറുണ്ട്. പൊതുവെ ദൈവങ്ങളെ സ്തുതിക്കുന്ന തോറ്റം പാട്ടാണിത്. തെയ്യം നടത്താൻ പോകുന്നതിന് മുൻപ് ഓരോ വേഷവും കെട്ടേണ്ട കോൽക്കാരെ വിളിച്ചു വരുത്തി സ്ഥാനികളും അവകാശികളും മറ്റും കൂടി കാവിലെ നടയിൽ വെച്ച് വെറ്റില അടയ്ക്ക, പണം എന്നിവ നൽകി വാക്കുറപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അടയാളം കൊടുക്കൽ എന്നാണ് ഇതിന് പറയാറുള്ളത്. തെയ്യം കഴിക്കുന്നതിന്റെ തലേ ദിവസം കോലം കെട്ടുന്ന ആൾ ചെറിയ തോതിൽ വേഷം കെട്ടി നടയിൽ വന്ന കൊട്ടും പാട്ടുമായി അല്പനേരം ആടാറുണ്ട്. തെയ്യത്തിന്റെ ഒരു ചെറിയ പതിപ്പാണിത്. പാട്ടിന്റെ അവസാനത്തിൽ വേഷക്കാരൻ ഉറഞ്ഞു തുള്ളും. ചുവന്ന പട്ടും തലയിൽ തലേക്കെട്ടും നെറ്റിയിൽ ചന്ദനവരക്കുറിയുമായിരിക്കും അപ്പോൾ അയാളുടെ വേഷം. തെയ്യങ്ങൾ കരിങ്ങാട്ടെന്ന വിശിഷ്ട ഭോജ്യം നൽകാറുണ്ട്. വറുത്ത അരി വേവിച്ച് ഉപ്പും നാളികേരവും ചേർത്തുണ്ടാക്കുന്നതാണ് അരിങ്ങാട്. തെയ്യം കെട്ടിയാടുന്ന ചടങ്ങുകൾ 3-4 ദിവസങ്ങൾ കൊണ്ടാണ് ആടി തീർക്കാറുള്ളത്. അപൂർവം ചില കാവുകളിൽ ഈ പരിപാടി 17 ദിവസം വരെ നീണ്ടു നിന്നിരുന്ന ചരിത്രവുമുണ്ട്. അവയ്ക്ക് വേഷങ്ങൾ കെട്ടിയാടുന്നതിനോടൊപ്പം കാവ് കയറൽ, തെയ്യാട്ടം, തിറയാട്ടം, വെള്ളാട്ട്, വെള്ളകെട്ട്, കോഴിപിടുത്തം, മുടിയെടുപ്പ്, ചാന്താട്ടം എന്നിങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി ചിലർ കനലാട്ടവും നടത്താറുണ്ട്. വെള്ളാട്ടിന് ചെറിയ വേഷമാണ്. വെള്ളക്കെട്ടിനാകട്ടെ വേഷങ്ങളില്ല. ഒരു മുണ്ട് തലയ്ക്കുമീതെ വീശിക്കൊണ്ടുള്ള നൃത്തമാണ്. പകൽ വെളിച്ചത്തിൽ നടത്തുന്ന നൃത്തമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വെള്ളാട്ട് എന്ന പേര് തന്നെ ഉണ്ടായത്. കോഴിയെ അറുത്ത് ചോര കുടിക്കുന്ന ചടങ്ങും ഇതിൽ ചിലർ നടത്താറുണ്ട്. അറുക്കാനുള്ള കോഴിയെ തേടിപ്പിടിക്കലും ഇതിലൊരു ചടങ്ങാണ്. അതിനെ കോഴിപിടുത്തം എന്നാണ് പറയാറുള്ളത്. കോഴിയെ കഴുത്തറുത്ത് രക്തം കുടിച്ച ശേഷം അതിന്റെ കുടൽമാല വലിച്ചെടുത്ത് കഴുത്തിലണിഞ്ഞ് നൃത്തം ചെയ്യും. അപ്പോൾ പന്തം പിടിക്കുന്നവരും ചടങ്ങിൽ ഭാഗഭാക്കായിട്ടുള്ള എല്ലാവരും തന്നെ കൊട്ടിനൊത്ത് താളം ചവിട്ടും. ഏറ്റവും ഒടുവിൽ പീഠം കയറുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. വെള്ളരിത്തറയുടെ മീതെ ഒരു പീഠം വെച്ച് അതിനു മുകളിൽ കയറി നിന്ന് 4 ഭാഗത്തേക്കും തിരിഞ്ഞ് നൃത്തം ചെയ്യുന്നതാണ് ഈ ചടങ്ങ്. അതിന് കുറുങ്കുഴലാണ് വാദ്യം. അങ്ങനെ 3 പ്രാവശ്യം നൃത്തം ചെയ്തു കഴിഞ്ഞാൽ ദർശനം കൊണ്ട് മുടിയെടുക്കും. കാക്ക നിലത്തിറങ്ങുന്നതിന് മുൻപ് മുടിയെടുക്കണമെന്നാണ് വ്യവസ്ഥ. പ്രധാനപ്പെട്ട എത്ര തെയ്യക്കോലങ്ങളുണ്ട് എന്ന കാര്യത്തിൽ അഭിപ്രായ ഭേദമുണ്ട്. 1 കുറവ് 40 തെയ്യക്കോലങ്ങൾ എന്നാണ് ഒരു ചൊല്ല്. അതായത് 39 എന്നാണല്ലോ. മുത്തപ്പ ദർശനത്തിന് എത്തുന്ന പെരുവണ്ണാന്മാരോട് ഉരിയാടുമ്പോൾ 37 പേരും നിങ്ങൾക്കുണ്ടെന്ന വരികളും കുടുംബ ധരിച്ചിരിപ്പോരു പുരോഹിതനായി മുത്തപ്പൻ നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതിന്റെ പൊരുൾ 37 തെയ്യക്കോലങ്ങൾ ഉണ്ടെന്നാണല്ലോ. ഉരിയാട്ടിൽ 37 തെയ്യക്കോലങ്ങളുടെ പേരുകൂടി പറയുന്നുണ്ട്. ധീരശൂര പരാക്രമിയായ ഒരാൾ മരിച്ചാൽ അയാളും തെയ്യമായി തീരുന്ന തരത്തിൽ ആ സങ്കല്പം വലുതായി വരുന്നു. അതുകൊണ്ട് അസംഖ്യം തെയ്യങ്ങൾ ഉണ്ട് എന്നതാണ് ശരി.